ഓക്കെ, നമസ്കാരം എല്ലാവർക്കും. വല്ലപ്പോഴും ഫേസ്ബുക്ക് ലൈവ് വരാറുള്ളതാണ്. സോ ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ് വളരെ സർപ്രൈസ് നിറഞ്ഞ ഫേസ്ബുക്ക് ലൈവാണ്. എല്ലാവർക്കും അറിയാം, മോദി കെയറിൽ കഴിഞ്ഞ 2 വർഷമായി ഞാൻ കൂടെ ഉണ്ട്. പല ആളുകളും ഫേസ്ബുക്ക് ലൈവ് കണ്ട് വിളിക്കാറുമുണ്ട്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുമുണ്ട്. കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത ആൾക്കാർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്, യാതൊരു സംശയവുമില്ല. സോ ഇന്നത്തെ ഈ ഒരു ലൈവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതാ എൻ്റെ കൂടെ എന്നൊക്കെ ഒരുപാട് അതിഥികളുണ്ട്. ഈ അതിഥികളുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരോരുത്തർ പറയും. ഈ ഒരു ലൈവിൽ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് മോദി കെയർ എന്ന കമ്പനിയിലൂടെ മാസം 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ ഒരു ലൈവിൽ ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാൾ താഴെ കമൻറ്റ് ചെയ്താണ്, എന്തൊരു തള്ളാണ് ബായ്. അപ്പോൾ ആ വ്യക്തിയെ പിന്നെ ഞങ്ങൾ പിന്നീട് കണ്ടു. ആ വ്യക്തിക്ക് മനസ്സിലായി 1 ലക്ഷം രൂപ ഒരു പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മോദി കെയർ എന്ന ബിസിനസ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഭാഗമാണ് ഞാൻ. കാരണം ആ ഒരു ഭാഗത്തിൻ്റെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കൊരു മാസം 1 ലക്ഷം രൂപ പോയിട്ട് ഒരു 10,000 രൂപ ഒരു ആഗ്രഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമ്മുടെ സിറ്റുവേഷൻ കണ്ടാൽ അറിയാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു മാസം 1 ലക്ഷം രൂപ, അതും ഈ കൊറോണ സമയത്ത് 1 ലക്ഷം രൂപ, ഒരു കാർ, ഇതൊക്കെ മോദി കെയർ സമ്മാനിച്ചത് പ്യുവർലി ഇതൊരു ജെന്യുവൻ ബിസിനസ് ആയതുകൊണ്ട് മാത്രമാണ്. സോ ഇന്നത്തെ ഈ അതിഥികൾ, ഇപ്പോൾ ഞാനൊരു മില്യണറായി, മാസം 1 ലക്ഷം രൂപ കഴിഞ്ഞ 3 മാസമായി ഞാൻ വാങ്ങുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടൊരു അവരുടെ ഒരു എന്താ പറയുക, അപ്രീസിയേഷൻ. ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാ ലീഡേഴ്സ് എന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. അവരെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നു. അവരെന്നെ ശരിക്കും റെക്കഗ്നൈസ് ചെയ്തു. ഒരുപാട് സന്തോഷം. സോ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ഒരു ഗ്രേറ്റ് ലീഡേഴ്സ് ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടുത്തരാം. ആദ്യം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള ബാലകൃഷ്ണൻ മാഷാണ്. സോ ബാലകൃഷ്ണൻ മാഷേ, വരൂ. പ്രിയമുള്ളവരെ, ഗുഡ് മോർണിംഗ്. ഇത് ഒരു മഹത്തായൊരു സന്ദേശത്തിൻ്റെ ഒരു ദിനമാണ്. ഈ മോദി കെയറിൻ്റെ ഈ കൺസെപ്റ്റിൻ്റെ മഹത്തായ സന്ദേശം ഉപന്യാസത്തിലൂടെ അത് ജനതയോട് വിളിച്ചു പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം പലർക്കും ഒരു ധാരണയുണ്ട്, ഇതാർക്കോ നമുക്കൊന്നും വിധിച്ചതല്ല, ഇതാർക്കൊക്കെ ചില കഴിവുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഒരു ഉടായ്പാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ലോകത്ത് ഒരു സാധാരണക്കാരനായ ഒരാളിലൂടെ അതല്ല യാഥാർത്ഥ്യമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ ഒരു മഹത്തായ ദിനമാണ് ഇന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടാകും പലപ്പോഴും. പക്ഷേ ആ ലെവലിൽ നിന്നുകൊണ്ട് ഒരു മാസം 1 ലക്ഷം രൂപയിലധികം മേടിക്കാൻ തനിക്കും കഴിയുമെന്ന് തെളിയിക്കുന്നതിലൂടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക്, ഒരുപാട് ആളുകൾക്ക്, പ്രത്യാശയുടെ നാളുകളിൽ എണ്ണി കഴിയുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ ഉയരാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെടുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് ഈ മഹത്തായ ദിനത്തിൽ 1 ലക്ഷം രൂപ തുടർച്ചയായി മേടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ മുബിനാസിന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് മോദി കെയർ. താങ്ക് യു ബാലകൃഷ്ണൻ മാഷെ. ബാലകൃഷ്ണൻ മാഷെ കുറിച്ച് വാക്കുകളില്ല. കാരണം മോദി കെയറിൻ്റെ ബിസിനസ് തുടക്ക കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സഹായിച്ചൊരു വ്യക്തിയാണ്. സോ വാക്കുകൾ കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോകാനൊരു പേടിയുണ്ട്, കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തൊരു വ്യക്തി എന്ന് പറയുന്നത് മോദി കെയർ ബിസിനസ്സിൽ ജൈത്രയാത്ര തുടങ്ങിയ സമയത്ത് ഒരു താങ്ങും തണലായി നിന്ന് ഒരു ലീഡർഷിപ്പിനെ വളർത്തിയെടുത്തൊരു ഗ്രേറ്റ് ലീഡറാണ്. കാരണം എനിക്കറിയാം, ആദ്യമായിട്ട് ഞാൻ മോദി കെയർ വന്നൊരു പ്രൊഡക്ട്സിൻ്റെ മുകളിലാണ്. ആ പ്രൊഡക്ട്സ് വീണ്ടും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ആ ഒരു ഷോപ്പിലേക്ക് പോയത്. ആ ഷോപ്പിൽ പോയപ്പോഴാണ് ആ വ്യക്തി എന്നോട് ചോദിക്കുന്നത്, ഏതാ ടീം? അപ്പോൾ ഞാൻ പറഞ്ഞ ആളെ ടീമാണെന്ന് പറഞ്ഞു. ആ ഒരു വ്യക്തി, ഈ സമയത്ത് ഞാനത് ആ 2 വ്യക്തികളെ ഇപ്പോൾ ഓർമ്മിക്കണം. കാരണം മോദി കെയർ ബിസിനസ് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവന്ന എൻ്റെ അയൽവാസി ഇപ്പോൾ ആ സ്ഥലത്തില്ല, സ്മിത മേഡം, അതുപോലെ തന്നെ അമൃതവല്ലി ചേച്ചിയും. ആ ഒരു ചേച്ചിയുടെ ഒരു വഴികാട്ടിയായിട്ടാണ് ഞങ്ങൾ ഓരോരുത്തർ ബിസിനസ്സിലേക്ക് വന്നത്. സോ ലീഡർഷിപ്പിനെ വളർത്തിയെടുത്ത മറ്റൊരു ഗ്രേറ്റ് ലീഡർ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഇന്ന് മാസം 2 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. ബാലുശ്ശേരിക്കാർക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. സോ വളരെ സന്തോഷത്തോടെ ഞാൻ ജിതേഷ് ചേട്ടനെ വിളിക്കുകയാണ്. ജിതേഷ് ചേട്ടാ, സംസാരിക്കും. ഗുഡ് മോർണിംഗ്. ഐ എം ജിതേഷ് ഫ്രം ബാലുശ്ശേരി. പ്രിയ സുഹൃത്തുക്കളെ, മോദി കെയർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പല ആളുകളും ഇപ്പോഴും നെറ്റി ചുളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് കമ്പനികൾ പല ആളുകളെയും പറ്റിച്ചു പോയി. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നുള്ള സമ്പ്രദായത്തിൽ ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മോദി കെയർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ നമ്മൾ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ MLM-നെ തിരിച്ചറിയാൻ ഒരുപാട് കാലം കഴിയും കുറച്ച് ആളുകൾക്ക്. ഏകദേശം ഒരു 2 വർഷം 3 വർഷത്തിനുള്ളിൽ ഒരുവിധ ആളുകളൊക്കെ MLM തിരിച്ചറിയാൻ പോവുകയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ 75% ആളുകളും തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 100% നമുക്ക് പറയാൻ പറ്റും മോദി കെയർ ആണെന്ന്. കാരണം ഇന്ന് ഇവിടെ മുബിനാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, 2.5 വർഷങ്ങൾക്ക് മുന്നേ കാണുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അതേ രീതിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ വളർന്നു വന്ന വ്യക്തിയാണ് ഞാനും.
അതേപോലുള്ള ഒരു വ്യക്തിയെ എനിക്ക് കിട്ടിയ സമയത്ത് ഉള്ളിലൊരു തീ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ തീയെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ശ്രമിച്ച സമയത്ത് ഇന്നൊരു മില്യനറായി സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ കൂടെ വന്ന എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന ഈ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള ഒരു മില്യനർ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചത് എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോദി കെയർ സമ്പ്രദായം ഏതൊരു സാധാരണക്കാരനെയും കൈപിടിച്ച് കരകയറ്റുന്ന ഒരു പദ്ധതിയാണ്. വിത്തിൻ ഒരു 1 ഇയർ, ഒരു വർഷം നമ്മൾ ഒന്ന് ക്ഷമിച്ചിരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടി നിൽക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇതിന് പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്താനുണ്ട്. ഊണ് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂട്ടുവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ള സമ്പ്രദായം മോദി കെയറിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈവ് ഇടാൻ കാരണം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ വന്നു നോക്കിയ എല്ലാ വ്യക്തികളും സാധാരണക്കാരായ വ്യക്തികളാണ്. സീറോയിൽ നിന്നും ഹീറോയിലേക്ക് മാറിയ വ്യക്തികളാണ് പല ആളുകളും. അല്ലാണ്ട് ഹീറോ തന്നെ ആകുന്നതല്ല, ഹീറോയിലേക്ക് മാറുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വൻ വിജയം ഉണ്ടാകാൻ കഴിയട്ടെ. അതുപോലെ തന്നെ മുബനാസിന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മോദി. താങ്ക് യു. ഓക്കെ, താങ്ക് യു ജിതു ചേട്ടാ. അടുത്തൊരു ഗ്രേറ്റ് ലീഡർ നമ്മുടെ കൂടെ ഉണ്ട്. സാധാരണക്കാരായ വ്യക്തികളാണ് എല്ലാ ലീഡേഴ്സും. എങ്കിലും ഈ വ്യക്തിയെ ബാലുശ്ശേരിക്കാർ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ബാലുശ്ശേരിയിലുള്ള ഓരോ മുക്കിലും മൂലയുള്ള വ്യക്തികൾക്ക് വരെ പരിചയം ഉണ്ടാവും. സോ കൂടുതൽ വാക്കുകളൊന്നും ഇല്ലാതെ ആ വ്യക്തിയെ ഞാൻ പേരെടുത്ത് തന്നെ വിളിക്കുകയാണ്. ഞങ്ങളുടെ ഷാജി പാപ്പനെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഷാജി ചേട്ടാ സംസാരിക്കും. ഓക്കെ, ഗുഡ് മോദി കെയർ മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. കാരണം ബിഗ് സീറോയിൽ നിന്നും വട്ടപൂജ്യത്തിൽ നിന്നും ഒരാൾ, നമ്മുടെ മുബിനാസ് എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നമ്മളെ ഏറ്റവും അടുത്ത എൻ്റെ കുടുംബത്തിൻ്റെ തന്നെയുള്ള ആൾ ഇന്ന് മില്യനറായി മാറിയിരിക്കുന്നു. 3 മാസമായിട്ട് അദ്ദേഹം 1 ലക്ഷത്തിന് മേലെ വരുമാനം നേടുന്നു. ഇതൊക്കെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് സാധിക്കാത്തതാണ്. ഈ മോദി കെയറിനെ പറ്റി പറയുമ്പോൾ പല ആളും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഒരുപടി വട്ടപൂജയായിട്ട് നിൽക്കുന്ന ആളുകൾ ഇന്ന് മോദി കെയർ കൂടെ മാസം ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനവും സ്വന്തമായിട്ടുള്ള സ്വപ്ന വാഹനങ്ങളും ഇതെല്ലാം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും ഈ ഒരു ഫീൽഡിനെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരുപടി ആളുകളോട് എനിക്ക് പറയാനുള്ളത് വെറും സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇത്രയും തെളിഞ്ഞ അന്തരീക്ഷത്തിൽ, ഇത്രയും തെളിഞ്ഞ വെള്ളത്തിൽ നമ്മൾ കാണുന്നു വളരെ പാവപ്പെട്ട ആളുകളൊക്കെ ഇതിനകത്ത് പണക്കാരായി മാറുന്നു. ജീവിതത്തിലെ സാഹചര്യം ഇത്ര കാലം ദൂരെ നേടാൻ പറ്റാത്ത പല മേഖലകളും അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നു. ഇതൊക്കെ സാധിച്ചത് നമ്മുടെ ഗ്രേറ്റ് കമ്പനിയായ നമ്മുടെ മോദി കെയർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി മാത്രമാണ്. ഞാനും ഈ കമ്പനിയിൽ എത്തിയത് വളരെ യാദൃച്ഛികമാണ്. എന്നെ ഈ മോദി കെയറിൽ കൊണ്ടുവന്ന എൻ്റെ ഗ്രേറ്റ് ലീഡർ ജിതു സാറാണ് എൻ്റെ കൂടെ ഉണ്ട്. ബിഗ് സീറോയിൽ നിൽക്കുന്ന ഞാൻ ആനപ്പാപ്പാനായിട്ടും ആനയുടെ ലോറി ഡ്രൈവറായിട്ടും സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറായിട്ടും പല കമ്പനിയിൽ സെയിൽസ്മാനായിട്ടും ചെണ്ടവാദ്യ കലാകാരനായിട്ടും തബല ആർട്ടിസ്റ്റായിട്ടും ഒക്കെ ജീവിതത്തിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് വളരെയേറെ കഷ്ടപ്പെട്ട ആളാണ് ഞാൻ. ആ സമയത്ത് മോദി കെയറിലെ ഈ ഒരു അവസരം എന്നെ കൈപിടിച്ച് കയറ്റി എൻ്റെ ജിതു സാറ് ഇന്ന് അദ്ദേഹം മേടിക്കുന്നു മാസം 3 ലക്ഷത്തിന് മേലെ വരുമാനം. ഞങ്ങളൊക്കെ വളരെ ഈ ഒരു മോദി കെയർ ഏറ്റെടുത്ത സമയത്ത് വല്ലാതെ നമ്മൾ പലതും അനുഭവിച്ചതാണ്. പല ആളുകളും നമ്മളെ ഒറ്റപ്പെടുത്താനും കളിയാക്കാനും പുച്ഛിക്കാനും പരിഹസിക്കാനും മാത്രമേ ആളുകൾ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അന്നൊക്കെ നമ്മളെ ഉള്ളിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യം എന്താ പറയുക? ഈ പരിഹസിക്കുന്ന ആളുകളെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ടാണ് ഞാനും ജിതു സാറും ജിതേഷ് സാറും വലഷൻ സാറും ഒക്കെ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തത്. അതുകൊണ്ട് ഇന്ന് ഞാനും തികഞ്ഞ അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയുന്നു, എൻ്റെ ടീമിൽ വന്ന മുബിനാസ് സാറിനെ ഇത്രയും നല്ലൊരു ഗ്രേറ്റ് അച്ചീവ്മെന്റിലാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. ഈ കമ്പനി ഉള്ളതുകൊണ്ടാണ് ഇത് സാധിച്ചത്. ഞാനും ഈ പറഞ്ഞ പോലെ ഇന്ന് മാസം നമ്മളും നമ്മളെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്ത് വരുന്നു. ഇനി എൻ്റെ ഒരു ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്. എന്താ പറഞ്ഞു, ആനപ്പാപ്പനാന്ന് പറഞ്ഞു. ഇനി നമ്മളും ആഗ്രഹിക്കുന്ന എന്താണ്, നമ്മളെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ഒരു കമ്പനിക്ക് സാധിക്കും. മുബിനാസിന്റെ ടീമിൽ നിന്ന് ഒരുപാട് ആളുകൾ സ്വന്തമായിട്ട് കാറും സ്വന്തമായി വീടും സ്വന്തമായി എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ഇതാണ്: നിങ്ങൾ സത്യത്തെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. മോദി കെയർ എന്ന് പറയുന്ന ഈ ഒരു മഹത്തായ കമ്പനിയെ മനസ്സിലാക്കുക, കൂടെ നിൽക്കുക. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും സമ്പത്തുകളും ഉണ്ടാവട്ടെ. മുബിനാസിന് പ്രത്യേകിച്ച് മുബിനാസിന്റെ എല്ലാ ആഗ്രഹങ്ങളും വളരെ വലിയ രീതിയിൽ തന്നെ സാധിക്കട്ടെ. ഏറ്റവും വലിയ നമ്മൾ അറിയപ്പെടുന്ന ബാലുശ്ശേരി, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ശതകോടീശ്വരനും സഹസ്രകോടീശ്വരനായി മാറട്ടെ മുബിനാസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മോദി കെയർ. ഒന്നും പറയാനില്ല അല്ലേ? ഇനി അടുത്തൊരു ഗ്രേറ്റ് വ്യക്തിയെ ഞാൻ വിളിക്കുന്നത് വളരെ സന്തോഷത്തോടെയാണ്. കാരണം നമ്മൾ ബാലുശ്ശേരിയിലെ ഈ ഒരു മോദി കെയർ ബിസിനസ് അവസരം കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു ട്രെൻഡാക്കി മാറ്റിയ ഞങ്ങളുടെ യൂത്ത് ഐക്കണാണ്. ഇന്ന് മോദി കെയറിലൂടെ 3 ലക്ഷം ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, 3 ലക്ഷമല്ല 10 ലക്ഷവും 20 ലക്ഷവും വാങ്ങുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. പക്ഷെ നമ്മുടെ നാടും പ്രദേശത്ത് നമ്മൾ സാധാരണ ഈ ഒരു ബാലുശ്ശേരി നമ്മുടെ തൊട്ട മുമ്പിൽ, നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് മാസം 3 ലക്ഷത്തിന് മുകളിൽ വരുമാനം വാങ്ങുന്ന, മാസ വരുമാനമാണ്, ഒരു പ്രാവശ്യമല്ല, എല്ലാ മാസവും 3 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം വാങ്ങുന്ന അവർ ഗ്രേറ്റ് ലീഡർ ജിതു സാറെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ സംസാരിച്ചോളൂ. താങ്ക് യു മുബിനാസ്. വളരെ സന്തോഷം.
കാരണം ഇന്ന് നിൽക്കുന്നത് മുബിനാസിന്റെ വീടിന്റെ മുന്നിലാണ്. ഇവിടെ നിന്നിട്ട് ഇത് എന്താ പറയുക, ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മുബിനാസ് ബിസിനസ്സിൽ വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, മുബിനാസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജിതോട്ടാ എനിക്ക് വിജയിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം എന്നോട് മുബിനാസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുബിനാസിനല്ല, ആർക്കും വിജയിക്കാം, ഇതിൽ ആത്മാർത്ഥമായി നിൽക്കണം. ആത്മാർത്ഥമായി നിൽക്കാൻ തയ്യാറായി. പക്ഷെ എന്നോട് അന്ന് പറഞ്ഞു മുബിനാസ് എൻ്റെ വീട് ചെറുതാണ്, എനിക്കൊരു കോഴി ഫാമാണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് മുബിനാസിന്റെ വീട്ടിൽ നിൽക്കും, മുബിനാസിന്റെ വീടിന്റെ മുന്നിൽ സംസാരിക്കും. മുബിനാസിന്റെ വീട് നിങ്ങൾ കാണണം, ചെറിയൊരു വീടാണ്. അവിടെ നിന്ന് പോയി മുബിനാസ് ആദ്യം നടത്തിയ കോഴീന്റെ ഫാമൊക്കെ ഇത് അവിടെ തന്നെ ഉണ്ട്. മുബിനാസിന്റെ ഉമ്മ ഇവിടെയുണ്ട്, ഉമ്മാന്റെ ഉമ്മ ഇവിടെയുണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വീടിന്റെ മുന്നിൽ നിന്ന് ഇന്ന് ഞാൻ സംസാരിക്കാൻ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇന്ന് മുബിനാസ് എന്ന് പറയുന്നത് എന്താ പറയുക, കോഴി ബിസിനസ് എല്ലാം വിട്ട് ഫുൾ ടൈം മോദി കേരളായി മാസം 1 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഖ്യ മാസവരുമാനമായിട്ട് നേടുകയാണ്. ഈ വീട് എനിക്ക് ഓർമ്മയുണ്ട്, 2-4 മാസം മുന്നേ ഒരു ജപ്തിയുടെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് മുബിനാസ് ഞങ്ങളോടൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല ജിതോടെ. ഞാൻ പറഞ്ഞു, മുബിനാസ് മോദി കെയറല്ലേ, നമുക്ക് ഇത് തന്നെ എല്ലാം നമുക്ക് നേടാൻ പറ്റും. ആ പ്രശ്നം വന്ന സമയത്ത് മുബിനാസിന് മോദി കെയർ മാത്രമാണ് തുണയായത്. അവരുടെ കൂട്ടുകാരോ കുടുംബക്കാരോ ആരും ഉണ്ടായിട്ടില്ല. മോദി കെയർ നിന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ട് കൊണ്ട് ആ ആധാരം മുബിനാസിനെ തിരിച്ചെടുത്തു ഈ ബിസിനസ്. അതാണ് ഈ ബിസിനസിന്റെ പവർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, മോദി കെയറിൽ നിങ്ങൾ നോക്കുമ്പോൾ മഞ്ഞ കണ്ണട വെച്ച് നിങ്ങൾ നോക്കരുത്. അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് തെറ്റി. മോദി കെയർ എന്തെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ മോദി കെയറിൽ സക്സസ് ആയിട്ടുള്ള മുബിനാസിനോടോ അല്ലെങ്കിൽ ഇവിടെ ജിതേഷിനോടോ നമ്മുടെ ഷാജിയേടനോടോ ബാലകൃഷ്ണൻ ഞങ്ങളിപ്പോൾ ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും. ഞാൻ എൻ്റെ ഒരു അവസരത്തോട് ഞാൻ പറയാം, മോദി കെയറിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് കേരളത്തിൽ 2 ഷോപ്പാണ് ഉള്ളത്. അന്ന് ഞാനൊരു കാറിന്റെ സെയിൽസിലാണ്. അന്ന് 7,500 ശമ്പളം. അപ്പോൾ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് 1-2 ലക്ഷമൊക്കെ വാങ്ങാന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിന്നെ കൂടെ നടക്കുന്ന സംഭവമാണോ, ഇതൊക്കെ വെറുതെ പറയല്ലെന്നാ. പക്ഷേ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ വരുമാനം 3 ലക്ഷം. എന്റെ ടീമിൽ വന്ന് ജിതേഷ് വാങ്ങിയിട്ടുള്ള വരുമാനം 2 ലക്ഷം, മുബിനാസ് 1 ലക്ഷം, ഷാജിയേട്ടനും ബാലകൃഷ്ണൻ മാഷും ഓൾമോസ്റ്റ് 1 ലക്ഷത്തിൽ എത്തി നിൽക്കുന്നു. ഇത് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്താ പറയുക, ഇതിനെ ഞാൻ വീണ്ടും പറയുന്ന പോലെ മഞ്ഞ കണ്ണട വെച്ച് കാണരുത്. മോദിക്ക് അന്ന് നിങ്ങൾ പഠിക്കണം. ഇതൊരു അപാരമായിട്ടുള്ള അവസരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റോ ഒരു ടെൻഷനോ ഒരു ടാർഗറ്റോ ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, കൊറോണ ഇഷ്യൂ ആണ്, ആൾക്കാർക്ക് ജോലിയില്ല. ഒരു ദിവസം 100 രൂപ വൈകുന്നേരം എടുക്കാനില്ലാത്ത ഒരുപാട് ആൾക്കാർ എനിക്കറിയാം. അവരോടൊക്കെ നമ്മൾ മോദിക്കേർ പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു പേടി. കാരണം നേരത്തെ ജിതേഷ് പറഞ്ഞതുപോലെ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ പറ്റിപ്പോയിട്ടുള്ള എന്തൊക്കെയോ കാരണം കൊണ്ട് അവർ പേടിച്ച് നിൽക്കുക. പ്ലീസ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ മോദി കെയറിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കണം. മോദി കെയർ എന്തെന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരേ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കും ഈ മുബിനാസ് നേടിയതുപോലെ ഈ 1 ലക്ഷം എന്ന് പറയുന്ന ഒരു നല്ല ഒരു എമൗണ്ട്, ഒരു ആറക്ക സംഖ്യ നിങ്ങൾക്ക് വരുമാനമായി നേടാൻ പറ്റും. മുബിനാസ് 1 ലക്ഷം വാങ്ങി എന്ന് പറയുമ്പോൾ നിങ്ങൾ മുബിനാസ് നിർത്തിയെന്ന് വിചാരിക്കണ്ട. ജസ്റ്റ് ബിഗിനിങ്. മുബിനാസ് തുടങ്ങിയിട്ടുള്ളൂ. മുബിനാസിന് ലക്ഷം 10 ലക്ഷം 15 ലക്ഷം വാങ്ങാൻ ഞങ്ങൾക്കൊക്കെ. അപ്പൊ ഇത്രയും വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമുക്ക് സംസാരിക്കാൻ തന്നെ പറ്റും 1 ലക്ഷം എന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം എന്റെ അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള വിജയ് സാർ, എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തി, അദ്ദേഹം കഴിഞ്ഞ മാസം വാങ്ങിയത് 5,10,000 രൂപയാണ്. അദ്ദേഹത്തിന് അപ്ലൈൻ ആയിട്ടുള്ള ദിനേശ് സാറും ജിഷ സാറും, ടീം ഗ്ലോബൽ അസോസിയേറ്റ് എന്ന് പറയും, അവർ വാങ്ങി 28 ലക്ഷം രൂപയാണ്. അവരുടെ മേലുള്ള ഫിലിപ്പ് സാറ്, അതിന് മേലുള്ള സുരേഖജി 1,27 ലക്ഷം രൂപ ഒരു മാസത്തെ വരുമാനം. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, 1,27 ലക്ഷം നമ്മുടെ മുന്നേ പോയ ആൾക്കാർ വാങ്ങി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ 1 ലക്ഷവും അല്ലെങ്കിൽ 3 ലക്ഷം ഒന്നുമല്ല. അപ്പൊ നമ്മൾക്ക് ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, അതും ഒരാളെ ചീറ്റ് ചെയ്യാതെ, ഒരാളോട് ഒരു കളവ് പറയാതെ 100% സത്യസന്ധമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പനി പ്രോഡക്ട്സ് ഇവിടെയുണ്ട്. 26 വർഷമായിട്ടുള്ള ജെന്യൂൻ കമ്പനി. ഇവിടെ പല കമ്പനികളും പറയാറുണ്ട്, ഇന്ന് നിങ്ങൾ പൈസ ഇട്ടിട്ട് വെറുതെ ഇരുന്നാൽ പൈസ കിട്ടും അല്ലേ, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എന്താ പറയാ, പണിയൊന്നും എടുക്കണ്ട, ഇങ്ങനെ പറയുന്ന പ്രോഡക്റ്റ് കമ്പനീസ് പുറത്തുണ്ട്, നെഗറ്റീവായിട്ട് പറയുന്നത്. അപ്പൊ യഥാർത്ഥ MLM കമ്പനികളും എന്താ പറയുക മോശം കമ്പനികളും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരണം. എന്താണ് യഥാർത്ഥ കമ്പനി? ഇത് 2 വാക്ക് പറയാൻ നിർത്താം. 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ടെൻഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റണം. അവിടെ നമുക്ക് നല്ല പ്രോഡക്ട്സ് വേണം. ഇവിടെ നമുക്ക് എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ്, 550ഓളം പ്രോഡക്ട്സ് ഉണ്ട്. എല്ലാം നോർമൽ പ്രൈസിംഗ് ആണ്, ചെറിയ വിലയ്ക്ക് നമുക്ക് കിട്ടും. ഇന്ത്യൻ പ്രൈസിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സ്. നമ്മൾ ചെയ്യേണ്ടത്തിലുള്ളൂ, നമ്മൾ വാങ്ങുന്ന രീതി ഒന്ന് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന രീതി മാറ്റിയിട്ട് മോദി കെയറിന് സാധനങ്ങൾ മേടിക്കുക. ഇത് കൂടുതൽ ആൾക്കാരോട് പറയാൻ തയ്യാറായാൽ, മുബിനാസ് വാങ്ങിയതുപോലെ 1 ലക്ഷം രൂപയും ഇപ്പം 12 ലക്ഷം രൂപയുടെ കാർ മുബിനാസ് എടുത്തു, ഇതുപോലെ എല്ലാവർക്കും നേടാൻ സാധിക്കും. മുബിനാസിന്റെ ഈ ഒരു അച്ചീവ്മെന്റിൽ ഒരുപാട് സന്തോഷം. ഇനിയും മുബിനാസിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ ആശംസിക്കുന്നു. മുബിനാസിന്റെ ടീമിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാർക്ക് അവിടെ നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ എന്താ പറയാ, നാളെ ഇതുപോലെ വാങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. ഇവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ്, നല്ല ത്രില്ലാണ്, എല്ലാവരും യൂത്താണ്. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾക്ക് എല്ലാവർക്കും ആകെ ഭൂമിയിൽ 70-80 വർഷമേ നമ്മളുള്ളൂ അല്ലെ. അതിനുള്ളിൽ നമ്മളെ ആഗ്രഹങ്ങളെല്ലാം നേടാൻ പറ്റുന്ന അവസരമുണ്ട് മോദി കെയർ. വീണ്ടും ഞാൻ പറയുന്നു, മനസ്സിലാക്കണം. പുറത്തു നിന്ന് കുറ്റം പറഞ്ഞ് മാറി നിൽക്കരുത്. നിങ്ങൾക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. കൂടെ നിന്ന് നമുക്ക് ഒരുമിച്ച് നടാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. മുബിനാസ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൂടുതൽ പറയാനൊന്നുമില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ വാക്കുകൾ. സോ ഇവരൊക്കെ എൻ്റെ വീട്ടിൽ വന്നതാണ് ഇന്ന്.
ഇതൊരു പ്രൂവൺ ബിസിനസ് ആണെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞതാണ്. എനിക്ക് പറയാനുള്ള അവസാന ഒരു വാക്കത്രയേ ഉള്ളൂ. ഈ ഒരു ലൈവ് കാണുന്ന ഏതൊരു സാധാരണപ്പെട്ട വ്യക്തിക്കും നിങ്ങൾക്കൊരു വരുമാനം ഇല്ല അല്ലെങ്കിൽ ജോലിയില്ല നോക്കിക്കുകയാണെങ്കിൽ എൻ്റെ നമ്പറൊക്കെ ഈ ഫേസ്ബുക്ക് ലൈവിൽ എൻ്റെ FB പ്രൊഫൈലിലുണ്ട്. ധൈര്യമായിട്ട് കോൾ ചെയ്യുക. ഒരിക്കലും ഒരു അഹങ്കാരം ഒരു ജാടയൊന്നുമില്ല. ധൈര്യമായിട്ട് കോൾ ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ടി അത് പഠിപ്പിക്കാനും അതെങ്ങനെയാണ് വരുമാനം നേടിയെടുക്കാൻ പറ്റുന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഞാനിവിടെ ഉണ്ട്. കാരണം നമ്മളൊക്കെ ഒന്നുമില്ലായ്മ എന്ന് വന്ന വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ ഒരു ഒന്നുമില്ലായ്മ നിൽക്കുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരുടെ വിഷമം എന്താണ്. പക്ഷേ ആ വിഷമം തുറന്ന് പറഞ്ഞ് നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഇവിടെ റെഡിയാണ്. ആ ഒരു റെഡിയായി നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു കൈ തരാൻ സഹായിച്ചാൽ 2 കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ ഓരോരുത്തർ തയ്യാറാണ്. സോ അങ്ങനെ എല്ലാവർക്കും ഒരു എന്താ പറയുക, അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ മാത്രം ആശംസിക്കുന്നു. സോ ഇന്നത്തെ ഈ ഒരു റെക്കഗ്നേഷനിൽ വന്ന എല്ലാ എൻ്റെ ലീഡേഴ്സിനും ഈ ഒരു സമയത്ത് ഞാനൊരു FB ലൈവിലൂടെ അവർക്ക് ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്, അതുപോലെ തന്നെ നന്ദി അറിയിക്കുകയാണ്. സോ ഈ ലൈവ് കാണുന്ന എല്ലാ വ്യക്തികൾക്കും താങ്ക് യു. സി യു. ബൈ.